ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ്. എനിക്കുമുണ്ട് 2 മക്കള്. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ പപ്പായുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും എനിക്കുള്ളവരാ. പക്ഷേ ഞാനിത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പോക്സോ കേസിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത്? ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്ത് ആ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളക്കഥ? ഇതൊരു കള്ള പോക്സോ കേസാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നില്ല? ഞാൻ ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിലും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കുറേ അഴിമതികൾക്ക് ഞാൻ ദൃക്സാക്ഷിയായിട്ടുള്ളവളാണ്. 10-15 വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. അതെല്ലാം മനസ്സിൽ വെച്ചും ദൈവത്തിന് സമർപ്പിച്ചും കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് എങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നറിയിക്കാൻ വേണ്ടി ഞാൻ സ്വധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. ഞാൻ നമ്മുടെ മലയാള സിനിമയിൽ നടന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ പുറകെ ഒരു പോക്സോ കേസ് എനിക്കെതിരെ വന്നിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇത്ര ബേജാറായില്ല, എനിക്കൊരു പേടിയും തോന്നിയില്ല. ശരി, കേസ് അന്വേഷിക്കട്ടെ. എന്നാൽ അതിൻ്റെ ഈ പോക്സോ കേസിൻ്റെ പേരിൽ ഒരു പോലീസ് പോലും എന്നെ ഇതുവരെയും വിളിക്കുകയും ഉണ്ടായിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല, ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല. ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ്. എനിക്കുമുണ്ട് 2 മക്കള്. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ പപ്പായുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും എനിക്കുള്ളവരാ. പക്ഷേ ഞാനിത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പോക്സോ കേസിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത്? ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്ത് ആ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളക്കഥ? ഇതൊരു കള്ള പോക്സോ കേസാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നില്ല? ഈ കേസ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് DGPക്ക് ലെറ്റർ അയച്ചു, ചീഫ് മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചു, പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ലെറ്റർ അയച്ചു. ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നുണ്ട്. ആരും ഇതിലൊന്നും അനങ്ങുന്നില്ല. ഇപ്പോഴും ആ പോക്സോ കേസ് എൻ്റെ തലയിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ ചെയ്യാത്ത ഒരു തെറ്റും തലയിൽ വെച്ച് പേരിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറായില്ല. കാരണം ഞാൻ ഇത്രയൊരു സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു കള്ളക്കേസ് എൻ്റെ വന്നത്. അപ്പോൾ ഞാൻ ഈ കേസുകളെല്ലാം അങ്ങ് പിൻവലിക്കുക. കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ചുമതല ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അതിലിടപെട്ടില്ല. അത് തന്നെയുമല്ല, ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ മീഡിയ പോലും ഇത് കള്ളക്കേസാകാൻ വേണ്ടിയിട്ടുണ്ടെന്നുള്ള സപ്പോർട്ട് ആരിൽ നിന്നും എനിക്ക് ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ആർക്ക് വേണ്ടിയാണ്? എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ പോരെ? ഞാൻ എന്തിനാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും വേണ്ടി ജീവിക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെ ടെൻഷനും എടുത്ത് കള്ളക്കേസ് എന്നാൽ ആ കള്ളക്കേസ് പിടിക്കണം, നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം. അത് ഇതുവരെയും ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഉണ്ടായ അനാസ്ഥ കാരണം ഇന്ന് വരെ എനിക്ക് ഈ പോക്സോ കേസ് എന്ന കള്ള പോക്സോ കേസാണ്, മനസ്സാവാച അറിയാത്ത കേസാണ് ആ സ്ത്രീ എല്ലാ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത്. അവരെ നല്ല തറവായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഈ കേസ് മുൻപ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി ഈ ഒരു കേസോട് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറില്ല. ഞാൻ ആർക്കൊക്കെ എതിരെയോ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കാനും ഞാൻ തീരുമാനിച്ചു.